പുതുവഴികൾ തുറക്കുന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 10-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ദൈവിക കാര്യത്തിൽ നമുക്ക് സ്ഥിരതയുണ്ടാകണം. ദൈവിക ആരാധനയിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ശുശ്രൂഷകളിൽ നമ്മുടെ ജീവിത രീതികളും പ്രവൃത്തികളും ദൈവഹിത പ്രകാരമാകുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രതിഫലം ഉണ്ട്. നീ എങ്ങനെ ജനിച്ചു എന്നത് ഒരു വിഷയമല്ല. എന്നാൽ നിന്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ നീ എന്തൊക്കെ വ്യത്യാസപ്പെടുത്തി ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യമർഹിക്കുന്നത്. സ്നേഹമുള്ളവരെ, മനുഷ്യ ശരീരത്തിലെ നിറത്തെയോ തലമുടിയുടെ നിറത്തെയോ വ്യത്യാസപ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ മനസ്സുകൊണ്ട് ഒരുവന് വ്യത്യസ്തനാകുവാൻ സാധിക്കും. കാരണം വചനം പറയുന്നു, കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുന്നു, മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവൻ. സ്നേഹമുള്ളവരെ, മനസ്സിന്റെ ബലം ശരീരത്തെയും ബലമുള്ളതാക്കി തീർക്കും. മനസ്സ് തളർന്നാൽ ശരീരം തളരും. അതുകൊണ്ട് നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ മനസ്സിനെ വ്യത്യാസപ്പെടുത്തി വിശ്വാസം വഴി ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വ്യത്യസ്തമായി ആലോചിക്കാം, അവിടത്തേക്ക് നന്ദി പറയാം, നമ്മുടെ അതിരുകളെ വിസ്താരമാക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എണ്ണമില്ലാത്ത നന്മകൾ നമ്മിൽ ചൊരിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. എണ്ണമില്ല നന്മകൾ എന്നിൽ ചൊരിയും വന്ദയയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ, വിശ്വാസത്തോടെ നമുക്ക് നടക്കാം. സകല നന്മകളുടെയും ഉറവിടമായ ദൈവത്തെ കൂട്ടുപിടിച്ച് വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. തിരുവചനം പറയുന്നു, നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടുവാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ അവിടുന്ന് സ്നേഹിച്ചു. സ്വന്ത ജീവൻ തന്ന സ്നേഹമേ, സ്നേഹമേ, നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ, സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ. എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. അങ്ങയുടെ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ, കർത്താവേ, ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. തിരുവചനം നമ്മളെ ഇങ്ങനെ ഓർപ്പിക്കുന്നു, പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യ ഉറവുകളും ഞാൻ ഉണ്ടാക്കും. മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയും ആക്കും. കർത്താവേ, ഞങ്ങളെ വഴി നടത്തുന്ന അങ്ങേക്ക് ഞങ്ങൾ 1000 നന്ദി അർപ്പിക്കുന്നു. കാൽവരിയൻ സ്നേഹമോർക്കുമ്പോൾ എത്ര വലിയ
സ്നേഹം. കൺകൾ നിറയും എൻ്റെ പ്രിയനേ, Thank you, Jesus. നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനായി. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനായി. നിത്യസ്നേഹമോർക്കുമ്പോൾ, വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ, ഇന്നേ ദിവസം പുതുവഴികൾ തുറക്കുന്ന കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.